ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഒരറിവുമില്ലാത്ത ചാനലുകളാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഈ ചാനലിനെ സംബന്ധിക്കുന്ന, ഇതിനെ ബാധിക്കുന്ന, ഇതുമായിട്ട് റിലേറ്റഡ് ആയ ഒരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പെൺകുട്ടി വല്ലാതെ വിഷമിച്ച് കരഞ്ഞ്, എൻ്റെ അമ്മയെ വെറുതെ വിടൂ, ഇങ്ങനെയൊന്നും പറയരുതേ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളല്ലെങ്കിൽ മരിക്കേ നിവൃത്തിയുള്ളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 10-11 വയസ്സുള്ള ഒരു പെൺകുട്ടി വല്ലാതെ എല്ലാവരോടും കരഞ്ഞ്, ആരുടെയും കരളലിയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ കരഞ്ഞു പോകുന്ന ഒരു വീഡിയോ. അത് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രത്തോളം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിന് ശേഷം ആ പെൺകുട്ടിയുടെ അമ്മയുടെയും തനൂജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയും അതിൻ്റെ മോളാണ് ഈ പെൺകുട്ടി, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഒക്കെ വീഡിയോ ഞാൻ കുറച്ചൊക്കെ ഇടയ്ക്ക് എങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തടുത്തായിട്ട് വരുമല്ലോ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളുടെ ഈ പറഞ്ഞ ഈ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച ചാനല് എന്താ ജിനു ആൻഡ് വീണാമ്മ അങ്ങനെ പറഞ്ഞ ഒരു ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ആ വീഡിയോ, ഇവർ പറഞ്ഞ വീഡിയോ പോയി കണ്ടു കേട്ടോ. ഒരു 7 ദിവസം മുമ്പ് ഇട്ടേക്കുന്ന ഒരു ലൈവാണ്. ഇപ്പം പുതുതായിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. 7 ദിവസം മുമ്പ് ഇട്ടേക്കുന്ന ഒരു ലൈവാണ് ഇവർ ഈ പറഞ്ഞ പ്രസ്തുത അതിലെ കണ്ടന്റ് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രത്തോളം തെറിയും ചീത്തയും വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. അതായത് എക്സ് വൈഫിനെ വല്ലാതെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. ഇതിൽ എന്തൊക്കെയോ ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇയാൾ കാലേടിയായിട്ട് ജീവിക്കാൻ വയ്യാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഇയാൾ വേറൊരു കല്യാണം കഴിക്കുന്നു, അതിലൊരു കുട്ടിയുണ്ട്, അങ്ങനെ ജീവിക്കുന്നു. വാട്ടവർ, എനിക്ക് ത്രെഡ് അങ്ങനെയാണ് മനസ്സിലായത്. ഇവരെ 2 കൂട്ടരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ത്രെഡ് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. അത് ഒരിക്കലും ഒരു തെറ്റല്ല. ഇപ്പം ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അസഹനീയമായ തെറ്റാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പം ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുമുണ്ട്. നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടാൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവോഴ്സ് തന്നെയാണ്. ഞാൻ എന്നും അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാര്യം ആകെയുള്ള ഒരു ലൈഫ് വല്ലാതെ നരകിച്ച് സാക്രിഫൈസ് ചെയ്ത് സഹിച്ച് ത്യജിച്ച് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പരസ്പരം ആക്രമിക്കാൻ നിൽക്കാതെ ഉപേക്ഷിച്ചേക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സ് ചെയ്തേക്കുക. നമുക്ക് ആരെയാണോ ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കൂട്ടാൻ തോന്നുന്നത്, സത്യസന്ധമായിട്ട് അവരുടെ കൂടെ ജെനുവിനായിട്ട് ജീവിക്കുക. അത് തന്നെയാണ് ഓപ്ഷൻ. അല്ലാതെ എന്നും ജീവിതത്തിൽ അടിയും പിടിയും കൂടി ജീവിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതൊക്കെ അയാൾ ചെയ്തത് തെറ്റൊന്നുമല്ല, ഒക്കെ റൈറ്റ് തന്നെയാണ്. പക്ഷെ ഇതിലുടനീളം അയാൾ പറയുന്ന ചീത്ത, തെറി എന്ന് പറയുന്ന ഈ സ്ത്രീയെ വിളിക്കുന്ന തെറി കേട്ടിരിക്കാൻ പറ്റാത്തതാണ്. ഇയാൾ ആ സ്ത്രീയെ മെൻഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്, ആദ്യം ഭാര്യയാണ് വിളിക്കുന്നത്. പക്ഷേ ഇത് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും ചീത്ത വിളിക്കുന്നതിന് തുല്യമാണത്. എല്ലാവരും കൂടെ അല്ലേ ഇത് കേൾക്കുന്നത്. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കേൾക്കുന്നത്? ഇപ്പോൾ ഒരു സജഷൻ വന്ന കണ്ടോ, ഇതുപോലെ ഇത് കാണുന്നതും കേൾക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ ഒരുപാടുണ്ട്. ഒരു വീഡിയോ പബ്ലിക് ആക്കിയിട്ട് അത് നിങ്ങൾ കാണണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. കാണാനും കണ്ടാൽ അതിൻ്റെ ബാക്കി അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തെറിയ ഒരു മാംസപിണ്ടത്ത് എന്തൊക്കെയോ വൃത്തികേടുകളാണ് പറയുന്നതെന്നറിയോ. അപ്പോൾ ഫസ്റ്റ് വൈഫ് ആകുമ്പം ഇയാൾ സ്വീകരിക്കുമ്പം അവരുടെ കൂടെ ഉണ്ടായിരിക്കുമ്പം ഇയാൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇയാൾ പറയുന്നുണ്ട് കല്യാണം കഴിച്ചാലോ കൂടെ കൂടിയതാണ്, കൂടെ കൂടി ജീവിച്ചതാണ്, കുട്ടി ഉണ്ടായത് എങ്ങനെ, ആ ചരിത്രം വരെയും വിളിച്ചു പറയുകയാണ്. എന്താ കുട്ടി കൂടെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞു, കല്യാണം കഴിക്കാതെ എങ്ങനെയാണെന്ന് ഇയാൾ ചോദിച്ചു. അങ്ങനൊന്നും എന്താ നടക്കുന്നില്ലേന്ന് ഇവർ ചോദിച്ചു. അങ്ങനെയാണ് കുട്ടി ഉണ്ടായത്. വാട്ടെവർ, ഇയാളുടെ തന്നെയാണല്ലോ ആ കുട്ടി. എന്ത് തന്നെ ആയാലും ഇയാളുടെ തന്നെയാണെന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഇത് നിയമപരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇയാൾ തന്നെ പറയുന്നുണ്ട്. നിയമപരമായിട്ട് പോകുന്നതാണ്.
ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്, കുട്ടി എൻ്റെതാണെങ്കിൽ അതിൻ്റെ ബാക്കി ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി ചീത്ത വിളിക്കുന്നത്? ഇതുപോലെ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ അപമാനിക്കാവോ? അതിൻ്റെ കൂടെ ഇയാളുടെ ഒരു ഇപ്പോഴത്തെ വൈഫുണ്ട്, ആ പുള്ളിക്കാരി ഓരോന്നോരോന്ന് ഇയാളെ ഏതോ ഒരു പേര് ആ സ്ത്രീയെ വിളിച്ചപ്പം അവർ പറഞ്ഞു കൊടുക്കുകയാണ് അല്ല ഉണ്ടച്ചിന്ന് വിളിക്കാൻ. അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്ത് ഒരാൾ പറയുന്ന കേട്ട് കേട്ട് ഇപ്പം ഇയാളുടെ ഉള്ളിലുള്ളതായിരിക്കാം പറയുന്നത്, പക്ഷേ പൊതുവെ പുറത്ത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ വിളിച്ചു പറയുന്നതായിട്ട് മാത്രമേ തോന്നുള്ളൂ. ഇവിടെ ഇവരുടെ ലാസ്റ്റ് ആത്മഹത്യാ ഭീഷണിയാണ് കേട്ടോ. അവര് ആദ്യ ഭാര്യയെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഇയാളും ഇയാളുടെ ഇപ്പോഴത്തെ വൈഫും ഒരു കുഞ്ഞു മോള് 1 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയും കൂടെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. സത്യം പറഞ്ഞ ആളുകളെ, ഇവരെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു എപ്പിസോഡെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയധികം ഇവരുടെ വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള, ഇപ്പം എന്ത് കുടുംബ പ്രശ്നം വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിയേക്കാം ഈ സോഷ്യൽ മീഡിയ. എങ്ങനെ തെറി വിളിക്കാം, ചീത്തയും വിളിക്കാം, എങ്ങനെ അഭിസംബോധന ചെയ്യാം. ഇയാളുടെ ആദ്യ ഭാര്യയിൽ ചെയ്ത പ്രവൃത്തികൾക്കുള്ള ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇയാൾ ചെയ്യുന്നത്. എനിക്കറിയില്ല, സത്യമുണ്ടായിരിക്കാം. ഞാൻ പറയില്ല, എവിടെയോ ഇയാൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ അതിന് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യുക, അല്ലേ? ഇപ്പം മറ്റേ സ്ത്രീ കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ പറയില്ലേ ഒരു കുട്ടി കരയുന്ന വീഡിയോ കണ്ടു എന്ന്, ഇതുപോലെ ഇയാൾ ഇപ്പോഴത്തെ ഭാര്യയിലുള്ള കുഞ്ഞിനെ എടുത്തു വെച്ച് താലോലിക്കുന്നതും ഒക്കെ കാണുമ്പം ആ കുഞ്ഞിന് വിഷമമാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇത് പറഞ്ഞ് കരയുന്ന വീഡിയോ ഒക്കെ എടുത്തിടുകയാണ് മറ്റേ സ്ത്രീ ചെയ്യുന്നത്, ഇയാളുടെ ആദ്യ ഭാര്യ ചെയ്യുന്നത്. അതിൽ ഇയാളെ ഡിഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇയാളെ അത് കണ്ടിട്ട് കുറേ അവരുടെ സപ്പോർട്ടേഴ്സ് കുറേ പേര് വന്നിട്ട് കമൻറ്റിലൂടെ തെറിയും ചീത്തയൊക്കെ വിളിക്കും. അത് കമൻറ്റ് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. ഏതാണോ കാണുന്നത് അവർക്ക് നല്ലതായിട്ട് തോന്നുന്നു, അതിനനുസരിച്ചിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യൂലേ. അപ്പോൾ അത് ശരിയെന്ന് തോന്നുന്നവര് ഇയാളെ ചീത്ത വിളിക്കുന്നു. ഇങ്ങനെ ഈ ചീത്തവിളിയും ഇതും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ കാരണം ഒരുപാട് നാളായി അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് ഇയാളുടെ ഭാഗത്ത് തോന്നിയ വേറൊരു തെറ്റെന്താണെന്നറിയോ? എപ്പോഴും ഇപ്പൊ ഇന്നൊരു വീഡിയോ ഇട്ടേക്കുന്നതിലാണെങ്കിലും ഇയാൾ മെൻഷൻ ചെയ്യുന്ന എൻ്റെ ഈ കുഞ്ഞിക്കിളി, എൻ്റെ ഈ മോള്, അല്ലെങ്കിൽ എൻ്റെ വീണാമ്മയുടെ 2 കുട്ടികൾ, എൻ്റെ എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്ന 3 കുട്ടികളുണ്ട്. സ്വന്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഭാര്യയുടെ 2 എണ്ണത്തിനെയും വല്ലാണ്ട് പാമ്പർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ മൂത്ത മോളെ പറ്റിയിട്ട് ഒരിക്കലും എൻ്റെ കുഞ്ഞ് എന്ന ആത്മാർത്ഥമായിട്ട് ഒരിടത്ത് പോലും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാത്ത? എങ്ങനെയൊക്കെ ഉണ്ടായതാണെന്ന് പറഞ്ഞാലും ഇയാളുടെ കുട്ടി തന്നെയല്ലേ അതും. ഒരു വേളയെങ്കിലും എൻ്റെ കുഞ്ഞ്, എൻ്റെ മോള് എന്ന് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ആ സ്ത്രീയെ നോക്കണ്ട, അത് തെറ്റ് തന്നെയാണ്. എന്തിനാണ് വെറുതെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കരയിപ്പിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? അവർക്ക് സങ്കടം ഉണ്ടാവുക. ഇപ്പം നോക്കൂ, ഓരോ ആളുകൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞിട്ടും ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ ആക്രമിക്കുകയും ആസിഡ് ഒഴിക്കുകയും മറ്റേ പല രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതങ്ങനൊന്നും ഇല്ലല്ലോ. ഇതിപ്പം ഇയാൾക്ക് വേണ്ട ഇയാൾ ഇട്ടിട്ട് പോയി, 2 പേരും പിരിഞ്ഞു, ഒരു മോളുണ്ട്, അതിനെ വളർത്തി എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാൻ നിൽക്കുക. ബാക്കി നിയമപരമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നിയമപരമായിട്ട് മേടിച്ചെടുക്കുക. അതിന് പകരം കാണുന്നതിന് ഒരു കൊച്ചിനെ പിടിച്ച് കരയിപ്പിച്ച് വീഡിയോ ഇട്ട് ആ കൊച്ചിൻ്റെ കരച്ചിൽ കാണുമ്പോഴത്തേക്ക് നാട്ടുകാർ മുഴുവൻ ഇയാളെ ചീത്ത പറയും. എന്തിനാണ് സ്വന്തം കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കുന്നത്? എനിക്ക് ആ സ്ത്രീയോടും അത്രേ പറയാനുള്ളൂ. സ്വന്തം കുഞ്ഞിനോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത്? 10-11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതിന് സങ്കടമാണെന്ന് പറഞ്ഞ് കറക്റ്റ് അത് കരയുമ്പോൾ ഇവർ പോയി വീഡിയോ പിടിച്ചിട്ട് ഇവർ കൊണ്ട് പബ്ലിക്കാക്കുക. അതിൻ്റെ ചീത്ത വിളി മുഴുവൻ ഇയാൾക്ക് കിട്ടുക. അത് ഇയാൾ അനുഭവിക്കേണ്ടി വരിക, ഇയാളുടെ ജീവിതത്തെ ബാധിക്കുക, ഇയാളുടെ വീട്ടിൽ കയറി ചെല്ലുക. ഇതൊക്കെ ഒരു ഭാര്യയുടെ അവകാശങ്ങളാണെന്ന് പറയും. ഭാര്യ എന്ന് പറയുന്ന റിലേഷൻ എപ്പോഴും കട്ട് ഓഫ് ചെയ്തോ പിന്നെ നമ്മളെ വേണ്ടാത്ത ഒരാളെ നമുക്ക് എന്തിനാണ്? സ്നേഹം എന്ന് പറയുന്നതും കെയറിങ് എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് പിടിച്ചു മേടിക്കാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അവർക്ക് നമ്മളെ വേണ്ട എന്ന ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ പുറകെ നടക്കുന്നത്? കുഞ്ഞ് കരയുന്നതും, കുഞ്ഞിൻ്റെ 11 വയസ്സായ ഒരു പെൺകുട്ടിയല്ലേ അതിങ്ങനെ കരയുന്നത് പിടിച്ചിട്ട് എനിക്കതൊക്കെ വളരെ വൃത്തികേടായിട്ട് തന്നെയാണ് തോന്നിയത്.
അങ്ങനെ ചെയ്യുന്നത്. കുറേ വ്യൂസ് കിട്ടുമായിരിക്കും ആ വീഡിയോയ്ക്ക്. നമ്മളെല്ലാം ഞാനൊക്കെ കണ്ട ആദ്യ വീഡിയോയും അത് തന്നെയല്ലേ, ആ കുട്ടി കരയുന്നത്. അത് പിന്നെ പോട്ടെ, അതിൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞതിനെതിരെയാണത്. ഇനി ഇങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടാണ്. അത് നമുക്ക് അംഗീകരിക്കാം. ഇതൊരു അച്ഛനെതിരെ അച്ഛൻ ഇപ്പോഴത്തെ ഭാര്യയിലുള്ള കുട്ടിയെ ലാളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയുന്നൊരു വീഡിയോ ആണ്. അതും വിട്ടിട്ട് ഇങ്ങനെ പല പല വീഡിയോസ് ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഒരുപാട് വീഡിയോ കയറിയൊന്നും നോക്കിയില്ല. പിന്നെ ഒരു വീഡിയോയിൽ പോലും അവർ ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഏറെ പല രീതിയിൽ ആക്രമിക്കാം, ചീത്തവിളിയല്ല, പല രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവാം. അത് ഇയാൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല, ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാളുടെ കൂടെ ഇപ്പോൾ ഉള്ള സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചത് ഇയാളുടെ ആദ്യ ഭാര്യയാണ്. ഇല്ലാത്ത ബന്ധം ഇയാളുമായിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി അങ്ങനെ അവളുടെ ജീവിതം നശിച്ചു. അപ്പം ഞാൻ അവളെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും അറിയില്ല. ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് ആണെങ്കിൽ എപ്പോഴും ജീവിതകാലം മുഴുവൻ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാൻ പറ്റുള്ളൂ. പ്യുവറായിട്ടുള്ള ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്നേഹമോ ബന്ധമോ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീയുടെ ആദ്യ ഹസ്ബൻഡ് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് എത്ര ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും മഞ്ഞിന് ഒരാൾ വന്ന് കയറി ആവശ്യത്തിൽ കൂടുതൽ ഇടപെട്ടാൽ അവിടെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എത്ര പുതുതലമുറയാണ്, ഞങ്ങൾ പുതിയ ജനറേഷനാണ്, അല്ലെങ്കിൽ ഓൾഡാണ് എന്നൊക്കെ പറഞ്ഞാലും കാര്യമില്ല. ആവശ്യത്തിൽ കൂടുതൽ അവരുടെ സാന്നിധ്യവും സഹകരണവും സ്നേഹവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ വന്നാൽ ആ ബന്ധം അവിടെ തകരും. അതെന്തെങ്കിലും ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തും ആവട്ടെ, എന്ത് കാരണങ്ങൾ കൊണ്ട് തന്നെയാണെങ്കിലും രണ്ടുപേരും രണ്ട് സൈഡിൽ പിരിഞ്ഞു. രണ്ടുപേരും അയാളുടെ ജീവിതം നോക്കി അയാൾ ജീവിക്കുന്നു. ഈ പറയുന്ന ആദ്യ ഭാര്യയെ ഉപദ്രവിക്കാനും ഒന്നും പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നിനും പോകുന്നില്ല. പിന്നെയും അവരാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതും തെറ്റാണ്. അവരവരുടെ കാര്യം നോക്കി എന്തൊക്കെ ജോലി എടുത്ത് ജീവിക്കാം ഇന്നത്തെ കാലത്ത് അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം നോക്കണം. ഇതുപോലെ വേണ്ട എന്ന് പറയുന്ന ഒരാൾ പിന്നെയും നിന്റെ എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ ചിന്തിക്കണം. ഇത് എൻ്റെ മോളാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള തൻ്റെ ഇടം വേണം. അത് പിടിച്ചു മേടിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നിയമപരമായിട്ട് പോയിട്ടുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് വരട്ടെ. അപ്പോൾ അതിന് ആ ആനുകൂല്യങ്ങളെ അനുഭവിച്ചാൽ പോരെ. അല്ലാതെ എന്തിനാണ് ഇപ്പോഴും ഇയാളുടെ പുറകെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്തിട്ട് ഇയാളുടെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ, ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇയാളുടെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് ഞാൻ വിചാരിച്ചൊരു ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന, പെട്ടെന്ന് ചീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അങ്ങനെയേ പ്രതികരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഒരാൾ ചതിച്ച് വേറൊരാളുടെ കൂടെ പോകുമ്പോൾ ഒക്കെ അങ്ങനെയേ നമുക്ക് പ്രതികരിക്കാൻ പറ്റൂ. അതൊക്കെ നമ്മുടെ വൈകാരിക നിമിഷങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാവില്ലേ. ഇനി ഇത് നിർത്താം, ഇയാൾക്ക് അയാളുടെ വഴി, ഇയാൾക്ക് എനിക്ക് എൻ്റെ വഴി എന്ന് തോന്നുന്നൊരു സമയം ഉണ്ടാവില്ലേ. എന്താണ് അങ്ങനെ ഉണ്ടാവാത്തത്? പക്ഷെ അതിൽ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് തെറ്റ് തന്നെയാണ്. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇയാളുടെ ഈ വീഡിയോയിൽ ഇയാളത് മാന്യമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞെങ്കിൽ ഓക്കെ, എന്തൊക്കെ ചീത്തയാണ് വിളിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഈ വീഡിയോയിലൂടെ എന്തൊക്കെ ചീത്തയാണ്. എന്നാൽ കൂടെ ഇരിക്കുന്ന ആളെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ. ഇങ്ങനെ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ചീത്ത വിളിക്കാനായിട്ട്. അങ്ങനെ പറ, ഇങ്ങനെ പറ, അങ്ങനെ പറ, ഇങ്ങനെ പറയാന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതും നിങ്ങൾക്കറിയാവുന്നതും എവിടെ നിന്നൊക്കെ കടമെടുത്തതും എന്തൊക്കെയായ തെറികളാണ് വിളിക്കുന്നത്. കാണുന്ന ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. വീണ്ടും വിഷയം ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കും. ഫാമിലി മാറ്റർ ഒരിക്കലും പബ്ലിക്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫാമിലി വിഷയങ്ങൾ ഫാമിലിയിൽ തന്നെ ഒതുക്കണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നീങ്ങണം. പബ്ലിക്കിൽ കൊണ്ടുവന്ന് വലിച്ചു കയറി എല്ലാവരുടെയും മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ ഒരിക്കലും പബ്ലിക്കിന് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ കൂടെ കുറേ 10 പേരുണ്ടെങ്കിൽ അവരുടെ കൂടെയും കാണും 10 പേര് തമ്മിൽ ഇങ്ങനെ പറഞ്ഞ് വിഷയങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ ഭാര്യ അവരെ അംഗീകരിക്കേണ്ട. അവരെങ്ങനെയും ആയിക്കോട്ടെ, വൃത്തികെട്ട സ്ത്രീയാണ്, അവരുടെ കൂടെ പോയി ഇവരുടെ കൂടെ പോയി എന്നൊക്കെ ഇയാളുടെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അവരെങ്ങനെ ആയിക്കോട്ടെ, അവരെ നിങ്ങൾ അംഗീകരിക്കേണ്ട, സ്നേഹിക്കേണ്ട. പക്ഷെ ആ ഒരു മോള് നിങ്ങളുടെ തന്നെയാണല്ലോ. ഒരിക്കൽ പോലും നിങ്ങൾ ഹൃദയത്തിൽ തട്ടി എൻ്റെ മോളെന്ന് അതിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ സ്വഭാവ വൈകൃതം തന്നെയാണ്. അതും അംഗീകരിക്കാത്തവരെ പിടിച്ചു കെട്ടി അംഗീകരിപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷെ അത് മാനുഷിക പരിഗണന വെച്ചതൊന്ന് ശ്രദ്ധിക്കാം. ഈ ചെറിയ കുട്ടിയെ നിങ്ങൾ കളിപ്പിക്കുമ്പോഴും കൊഞ്ചിക്കുമ്പോഴും താരാട്ട് പാടുമ്പോഴും ഒക്കെ എന്നിട്ടെടുത്ത് വീഡിയോ ഇടുമ്പോൾ അത് ഒരു മോളെന്നുള്ള ഒരു അവകാശത്തിൽ അതിന് സങ്കടം ഉണ്ടാവുമായിരിക്കാം. അതെടുത്ത് സങ്കടമാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ചിലപ്പോൾ സങ്കടം ഉണ്ടാകും. ചില കുട്ടികൾക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കുട്ടികളല്ലേ, അത് ബോധേട് പോലും ആയിരിക്കില്ല.
അപ്പോൾ അതെടുത്തിട്ട് വീഡിയോ ഇടുന്ന അമ്മയും തെറ്റുകാരി തന്നെയാണ്. ഇതുപോലെ പബ്ലിക്കിൽ വന്ന് ചീത്ത വിളിക്കുന്ന നിങ്ങളും തെറ്റുകാരൻ തന്നെയാണ്. മര്യാദയ്ക്ക് സംസാരിക്കാമല്ലോ, മാന്യമായ ഭാഷയിൽ സംസാരിച്ചാൽ തീരാത്ത ഏത് പ്രശ്നമാണ് ഉള്ളത്. എന്തിനാണ് ഇങ്ങനെ ലോക വൃത്തികേടുകൾ മുഴുവൻ? ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൂത്ത മോള് ജീവിക്കുന്ന ആ സ്ത്രീയുടെ കൂടെയാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കാം. ഇങ്ങനെയല്ല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. എനിക്ക് ഫാമിലി വിഷയം കൊണ്ടൊന്ന് പബ്ലിക്കിലിട്ടിട്ട് ആ കൂട്ടരും ഈ കൂട്ടരും ഒരുപാട് വ്യൂസിനെ നേടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചിട്ട് പിന്നെ വന്നിട്ട് അടുത്ത ദിവസം ഞങ്ങൾ ഒരു പ്രശ്നമില്ല, ഞങ്ങളതൊക്കെ സോൾവായി, ഞങ്ങൾ ഭയങ്കര സംഭവം. ഇത് നാടകമാണ്. മനുഷ്യനാണെങ്കിൽ കുറച്ചൊക്കെ അഭിമാനവും നാണവും മാനവും ഒക്കെ ആവാം. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ. നമുക്കൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ലല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഓരോരോ പ്രശ്നങ്ങളിൽ കൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും വൃത്തികെട്ട വേർഷനാണ് എന്തെങ്കിലും ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടോ അമ്മായിയമ്മയും മരുമകളുമായിട്ടോ അല്ലെങ്കിൽ അച്ഛനും മോനുമായിട്ടോ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഓട്ടന്നെ ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ട് പബ്ലിക്കിൽ അങ്ങ് നിരത്തിയിട്ടേക്കാണ്. പിന്നെ ഇവരുടെ ലൈഫ് പബ്ലിക്കിൻ്റെ മുമ്പിലാണ്. മുഴുവൻ എല്ലാം തുറന്നിട്ട് പുസ്തകം പോലെ അടിയും പിടിയും കടിയും തെറിയും ചീത്തവിളിയും മുഴുവൻ അവിടെയാണ്. അപ്പോൾ ഇതെനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുക എനിക്കറിയില്ല. ഇനി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്